പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളി മണ്ണൊരുങ്ങുമ്പോൾ തമിഴ്നാടൻ പൂക്കളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇടുക്കിക്ക് ഇനി അഭിമാനിക്കാം. ഹൈറേഞ്ചിന്റെ സ്വന്തം മണ്ണിൽ വിരിഞ്ഞ ഓണപ്പൂക്കളാൽ വിസ്മയക്കാഴ്ചയൊരുക്കുകയാണ് സേനാപതി ഗ്രാമം. തരിശുഭൂമിയെ മനോഹരമായ പൂപ്പാടമാക്കി മാറ്റി വിജയഗാഥ രചിച്ചിരിക്കുകയാണ് വടക്കേക്കര വീട്ടിൽ സിന്ധു കണ്ണൻ എന്ന കർഷക. ഏലക്കാടുകളുടെ സുഗന്ധം ശ്വസിച്ചുണരുന്ന ഇടുക്കിയിലെ ശാന്തൻപാറയ്ക്കും ഉടുമ്പൻചോലിക്കും മധ്യേയുള്ള സേനാപതിയിലാണ് ഈ ഓണക്കാലത്ത് പൂവസന്തം വിരിഞ്ഞത്. മുൻപ് നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് 1/2 ഏക്കറോളം വരുന്ന പാടശേഖരം പാട്ടത്തിനെടുത്താണ് സിന്ധു കണ്ണൻ കൃഷിയിറക്കിയത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷണ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ ബംഗളൂരുവിൽ നിന്നെത്തിച്ച ഗുണമേന്മയുള്ള 4000-ഓളം ഹൈബ്രിഡ് തൈകളാണ് ജൂണിൽ സിന്ധു നട്ടത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ജെണ്ടുമല്ലിയും വാടാമുല്ലയും ജമന്തിയും പൂത്തുലഞ്ഞു നിൽക്കുന്ന പാടം ഇന്ന് ഓണവിപണിയെ കീഴടക്കിയിരിക്കുകയാണ്. തുടർച്ചയായ മഴ വെല്ലുവിളിയായെങ്കിലും കൃത്യമായ പരിപാലനത്തിലൂടെ സിന്ധു പ്രതികൂല കാലാവസ്ഥയെ തോൽപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന അത്തപ്പൂക്കള മത്സരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വൻതോതിൽ പൂക്കൾക്ക് ഓർഡറും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ശരിക്കും മനസ്സിനും കണ്ണിനും ഒരു കുളിർമയായിരുന്നു. കൃഷി ചെയ്തവർക്കും കാണികൾക്കും ഈ പൂ വാങ്ങിക്കാൻ വന്നവർ എല്ലാവരും അങ്ങനെ തന്നെ പറയും, അടുത്ത വർഷം ഇത് തന്നെ ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനം തന്ന കാരണമാണ് ഈ വർഷം അങ്ങനെ ചെയ്യാനായിട്ട് മുന്നോട്ടിറങ്ങിയത്. വ്യത്യസ്തമായിട്ട് ജമന്തി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷായ പൂ നമുക്ക് ഇവിടുന്ന് തന്നെ പറിക്കാമല്ലോ. നമുക്ക് തമിഴ്നാട്ടിൽ പോകണ്ട, കർണാടകയിൽ പോകണ്ട, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് പൂ പറിക്കാം. പൂക്കൾ വാങ്ങാനെത്തുന്നവർക്ക് പുറമെ സുന്ദരമായ ഈ കാഴ്ച കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി പേരാണ് ദിനംപ്രതി ഇവിടേക്കെത്തുന്നത്. ഏലത്തിനും തേയിലയ്ക്കും അപ്പുറം പൂക്കൃഷിയിലും ഇടുക്കിയുടെ മണ്ണ് പൊന്നു വിളയിക്കുമെന്ന് തെളിയിക്കുകയാണ് ഈ കർഷക. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.